ക്രിസ്തുയേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിന വന്നയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെടുന്നത് നമ്മുടെ ജീവിതത്തിലെ പോരായ്മകളെ തിരിച്ചറിയുന്നവരായി മാറുവാൻ, അത് തിരിച്ചറിഞ്ഞ് ക്രമപ്പെടുന്നവരായി മാറുവാൻ വേണ്ടി ഓർപ്പിക്കുകയാണ്. യഹോവയെ ആശ്വസിപ്പിക്കുന്നു എന്നർത്ഥമുള്ള പേരിൻ്റെ ഉടമയായ പാനപാത്രവാഹന നെഹമ്യാവിനാൽ എഴുതപ്പെട്ട നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: വരുവീൻ, നാം നിന്ദാപാത്രമായിരിക്കാതെ വണ്ണം എഴുന്നേറ്റ് മതിൽ പണിയുക. പ്രിയമുള്ളവരെ, തൻ്റെ പിതാക്കന്മാരുടെ പട്ടണമായ യെരുശലേമിന് ചുറ്റുമുള്ള മതിലുകൾ ഇപ്പോൾ തീ വെച്ചും ചുട്ടും ഇടിഞ്ഞും കിടക്കുന്ന അവസ്ഥയെക്കുറിച്ച് നെഹമ്യാവ് കേട്ടപ്പോൾ താൻ ദൈവസന്നിധിയിൽ കരയുകയാണ്. തൻ്റെ പിതാക്കന്മാരുടെ പട്ടണത്തിൻ്റെ അവസ്ഥയെ ഓർത്ത് കരയുക മാത്രമല്ല, ദൈവത്തോട് അത് ക്രമപ്പെടുത്താൻ, പണിതെടുക്കാൻ വേണ്ടി ചോദിക്കുകയും കൂടെ ചെയ്യുന്ന നെഹമ്യാവിനെ അത് പണിയുവാൻ തക്കവണ്ണം നിയുക്തമാക്കിയെങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ, 2025 ആരംഭം മുതൽ ഈ 2025 അവസാന നാളുകളിലേക്ക് ഞാനും നിങ്ങളും എത്തപ്പെട്ടിരിക്കുമ്പോൾ, കഴിഞ്ഞൊരു വർഷക്കാലം നമ്മുടെ വാക്കിൽ, പ്രവൃത്തിയിൽ, ചിന്തയിൽ, ഇടപാടുകളിൽ, കൊടുക്കൽ വാങ്ങലുകളിൽ നാം പലതരത്തിലുള്ള തെറ്റുകൾ വരുത്തിയിട്ടുള്ളവരാണ്, കുറ്റങ്ങൾ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ, എനിക്കും നിങ്ങൾക്കും ഓരോ ദൈവ പൈതലിന് ചുറ്റും ദൈവം തൻ്റെ വേലി കെട്ടി ശത്രു തൊടാതെ സൂക്ഷിക്കുന്ന ദൈവപ്രവൃത്തിയുണ്ട്. യോബിൻ്റെ പുസ്തകത്തിൽ കൂടെ നമുക്കത് കാണാൻ കഴിയുമെങ്കിൽ, ആ വേലി പലപ്പോഴും നമ്മുടെ തെറ്റായ പ്രവൃത്തികൾ മൂലം ഇടിയപ്പെടുവാൻ കാരണമായിട്ടുണ്ടെങ്കിൽ, ഈ വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിശകലനം ചെയ്യാം, നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. നമുക്ക് ചുറ്റുമുള്ള ദൈവത്തിൻ്റെ വേലി നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ഇടിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ പണിയുന്നവരായി മാറാം. അതിനെ അനുയോജ്യമായ നിലവാരത്തിൽ പണിതെടുത്ത് ദൈവത്തോടുള്ള നല്ല ബന്ധത്തിൽ മുന്നേറുവാൻ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇടിഞ്ഞു കിടക്കപ്പെടുന്ന മതിലുകളാണെങ്കിൽ, ഇടിഞ്ഞു കിടക്കപ്പെടുന്ന യാഗപീഠങ്ങളാണെങ്കിൽ ദൈവത്തിന് പ്രസാദകരമായ യാഗങ്ങൾ അർപ്പിക്കുവാൻ കഴിയത്തില്ല എന്ന് 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയാവ് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. കർമ്മേലിൻ്റെ ഗിരിപർവ്വതത്തിൽ യാഗപീഠങ്ങളുടെ അവസ്ഥകൾ ഇടിഞ്ഞും തകർന്നും കിടക്കുന്നവയാണെങ്കിൽ, ഇടിഞ്ഞു കിടക്കുന്നവയെ ഏലിയാവ് പണിതിട്ട് ദൈവത്തിന് പ്രസാദകരമായ യാഗമർപ്പിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി അതിനെ ദഹിപ്പിച്ച് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയതുപോലെ നമ്മുടെ യാഗപീഠങ്ങൾ നാം ദൈവത്തിൻ്റെ മന്ദിരവും ദൈവത്തിൻ്റെ ആലയവുമാണെന്നുള്ള ബോധ്യം നമ്മെ ഭരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, ദൈവഹിതത്തിനനുസരിച്ച് ജീവിതത്തെ അനുയോജ്യമാക്കുവാൻ, ദൈവത്തോടുള്ള നല്ല മനസാക്ഷിയിൽ ജീവിക്കുന്നവരായി മാറുമെങ്കിൽ, സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് നമുക്ക് അനുഗ്രഹവും നന്മയും സന്തോഷവും പ്രാപിപ്പാൻ ഇടയാകുമെന്ന് മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും ഐശ്വര്യത്തിനും തടസ്സമായി വന്നുപോയ ഇടിവുകളെ പണിയുന്ന ദിനങ്ങളായി മാറേണ്ടതിന് നമ്മെ തന്നെ പരിശോധിക്കുന്നവരായി മാറാം. നാം നമ്മെ തന്നെ പരിശോധിച്ചാൽ നമ്മുടെ കുറവുകളെ മനസ്സിലാക്കാം. നമ്മുടെ പോരായ്മകൾ മറ്റുള്ളവർ പറയുമ്പോൾ ഒരുപക്ഷെ അത് നമുക്ക് സ്വീകരിക്കുവാനോ അതിനെ മനസ്സിലാക്കുവാനോ നിലവാരത്തിൽ നാം എത്തപ്പെടണമെന്നില്ല. എന്നാൽ നമ്മെ നാം പരിശോധിക്കുമ്പോൾ പോരായ്മകളെ തിരിച്ചറിയാം, ക്രമപ്പെടുവാൻ ഇടയാകും. അങ്ങനെ നാം ചെയ്യുമ്പോൾ ദൈവത്തോടുള്ള നല്ല ബന്ധത്തിൽ നമുക്ക് മുന്നേറാൻ ഇടയാകും. ദൈവത്തിലുള്ള അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ, അനുഗ്രഹീതമായ നല്ല ദിനങ്ങൾ മുന്നിൽ ദൈവം ഒരുക്കി തരേണ്ടതിന് നമുക്ക് നമ്മെ തന്നെ ക്രമപ്പെടുത്താം, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.